ദൈവപ്രമാണങ്ങളിലെ രണ്ടാമത്തെ കൽപ്പന, കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. തൻ്റെ നാമം വൃഥ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. റോമാക്കാർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ദൈവത്തിൻ്റെ നാമം രക്ഷയുടെ നാമമാണ്. ആ നാമത്തിൽ ആണയിട്ടിട്ടുണ്ടോ? ദൈവനാമത്തിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ? കള്ളസത്യം ചെയ്തിട്ടുണ്ടോ? കപടഭക്തി കാണിച്ചിട്ടുണ്ടോ? കള്ളക്കുമ്പസാരം നടത്തിയിട്ടുണ്ടോ? ആദരവില്ലാതെ ദൈവത്തിൻ്റെ പൂജ്യനാമത്തെ അനാവശ്യമായി ഉപയോഗിച്ചിട്ടുണ്ടോ? സ്വന്തം വാക്കിന് വില കിട്ടാൻ ദൈവനാമം കൂട്ടിച്ചേർത്തിട്ടുണ്ടോ? കള്ള സന്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ദൈവനാമം ഉപയോഗിച്ച് ആരെയെങ്കിലും ശപിച്ചിട്ടുണ്ടോ? ദൈവത്തെ ദുഷിച്ചുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടോ? കഷ്ടതകളിലും ദുരിതങ്ങളിലും ദൈവത്തെ നിന്ദിക്കുകയോ തള്ളിപ്പറയുകയോ പുച്ഛിക്കുകയോ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ? ദൈവത്തെപ്പറ്റി മറ്റുള്ളവരിൽ വെറുപ്പുളവാക്കിയിട്ടുണ്ടോ? യേശുവിനെ ഏറ്റുപറയുന്നതിൽ ലജ്ജിച്ചിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയോട് അനാദരവായി പെരുമാറിയിട്ടുണ്ടോ? ദൈവവചനം ദുരുപയോഗിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഗ്രന്ഥം അനാദരവോടെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ദൈവവചനത്തെയും ദൈവവചന ശുശ്രൂഷകളെയും നിന്ദിച്ചിട്ടുണ്ടോ? തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ദൈവവചനത്തെ വക്രിപ്പിച്ച് തമാശ പറഞ്ഞിട്ടുണ്ടോ? തെറ്റായ ഉദ്ദേശത്തോടെ ദൈവവചനം ഉപയോഗിച്ചിട്ടുണ്ടോ? തിരുവചനത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് പഠിക്കുകയും കത്തോലിക്ക സഭയിൽ നിന്നും സത്യവിശ്വാസത്തിൽ നിന്നും അകന്നു പോവുകയും സഭാവിരുദ്ധ പ്രസ്ഥാനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഗ്രൂപ്പുകളുമായി സമ്പർക്കം ഉണ്ടാവുകയും അത്തരക്കാരെ ഭവനത്തിൽ സ്വീകരിക്കുകയും അവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവരുടെ തെറ്റായ പ്രബോധനം സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്തവരുമായി സഹകരിച്ചിട്ടുണ്ടോ? സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി തിരുവചനങ്ങളെയും ശുശ്രൂഷകളെയും ദുരുപയോഗിച്ചിട്ടുണ്ടോ? ദൈവിക സന്ദേശങ്ങളെ അവഗണിച്ചിട്ടുണ്ടോ? നേർച്ചകൾ നേർന്നിട്ട് ലാഘവത്തോടെ മനഃപൂർവ്വം നിറവേറ്റാതിരുന്നിട്ടുണ്ടോ? എപ്പോഴും എല്ലാറ്റിനും നേർച്ച നേർന്ന് ദൈവത്തെ പരീക്ഷിച്ചിട്ടുണ്ടോ? പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയും തിരുസഭയെയും നിന്ദിച്ചിട്ടുണ്ടോ? തിരുകർമ്മങ്ങളെ അനാദരിക്കുകയോ തിരുവസ്തുക്കൾ, കുരിശ്, കൊന്ത, തിരുസ്വരൂപങ്ങൾ തുടങ്ങിയവ ദുരുപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടോ? വിശുദ്ധ സ്ഥലങ്ങളായ ദൈവാലയം, ദൈവാലയ പരിസരം, കുരിശടി, സെമിത്തേരി, ധ്യാന കേന്ദ്രങ്ങൾ, പ്രാർത്ഥനാലയങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അവിടെ മ്ലേച്ഛമായ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ദേവാലയ ശുശ്രൂഷകളും മറ്റു ദൈവ ശുശ്രൂഷകളും അനാദരവോടെയും അശ്രദ്ധയോടെയും അലസതയോടെയും ചെയ്തിട്ടുണ്ടോ? തിരുസഭയിലെ അഭിഷിക്തരെ, അതായത് മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, സന്യസ്ത വൈദികർ ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ചിന്തയാൽ അവരോടുള്ള വെറുപ്പ് വെച്ച് പുലർത്തുക, അശുദ്ധ ചിന്തയുണ്ടാവുക, വിദ്വേഷം വെച്ച് പുലർത്തുക, പുച്ഛിക്കുക, അനാദരവ് പുലർത്തുക ഇവ ചെയ്തിട്ടുണ്ടോ? വാക്കാൽ പരദൂഷണം പറയുക, കുറ്റം പറയുക, ശപിക്കുക, അസഭ്യം പറയുക, അശുദ്ധ സംഭാഷണം നടത്തുക, ഇല്ലാത്ത കഥകൾ പറഞ്ഞു പരത്തുക, ആദരവില്ലാതെ സംസാരിക്കുക, മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുക ഇവ സംഭവിച്ചിട്ടുണ്ടോ? പ്രവൃത്തിയാൽ ശാരീരികമായി ഉപദ്രവിക്കുകയോ ദോഷകരമായ പ്രവർത്തികൾ, മ്ലേച്ഛത, ധിക്കാര പ്രവർത്തികൾ ഇവ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഉപേക്ഷയാൽ അർഹമായ ആദരവ് നൽകാതിരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ സഹായിക്കാതിരിക്കുകയോ പ്രാർത്ഥനാ ശുശ്രൂഷ നിഷേധിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ദൈവ ശുശ്രൂഷകരോടും സന്യസ്ത സഹോദരിമാരോടും ഇത്തരത്തിൽ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടോ? വിചിന്തനം ചെയ്യാം.
ദൈവപ്രമാണങ്ങളിലെ മൂന്നാമത്തെ കൽപ്പന, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലും ദിവ്യബലിയിൽ പൂർണ്ണമായി സംബന്ധിക്കാതിരുന്നിട്ടുണ്ടോ? ബലിയർപ്പണത്തിൽ യോജിക്കാത്ത പെരുമാറ്റമുണ്ടായിട്ടുണ്ടോ? യോജിക്കാത്ത വസ്ത്രധാരണം ഉണ്ടായിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടോ? അശ്രദ്ധയോടെയും അനാദരവോടെയും ബലിയർപ്പിച്ചിട്ടുണ്ടോ? ഞായറാഴ്ചകളിൽ പണസമ്പാദനത്തിനുള്ള കഠിനാധ്വാനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? കൃഷിയോ വ്യാപാരമോ ചെയ്തിട്ടുണ്ടോ? മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ ആർക്കെങ്കിലും വിശുദ്ധ ദിനാചരണത്തിന് തടസ്സമാവുകയോ ചെയ്തിട്ടുണ്ടോ? വിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിച്ചിട്ടുണ്ടോ? വിശുദ്ധ ദിനത്തിന് ചേരാത്ത വ്യർത്ഥ ഭാഷണങ്ങൾ, വ്യർത്ഥ TV പരിപാടികൾ, വിനോദങ്ങൾ, യാത്രകൾ, അലസത, അന്നേ ദിവസം സജീവമായി ദൈവിക കാര്യങ്ങളിൽ ഇല്ലാതിരിക്കുക എന്നിവ ഉണ്ടായിട്ടുണ്ടോ? വെള്ളിയാഴ്ചകളിൽ മാംസവും ലഹരി വസ്തുക്കളും ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപവാസ ദിവസങ്ങളിൽ ഉപവസിക്കാതിരുന്നിട്ടുണ്ടോ? വീട് വെഞ്ചരിപ്പ്, വിവാഹം, മാമോദീസ, പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം തുടങ്ങിയ വിശുദ്ധ ദിനങ്ങളെ അനാദരിച്ചിട്ടുണ്ടോ? നോമ്പുകാലത്ത് വിവാഹം ആഘോഷിക്കുകയോ സഭ വിലക്കിയിരിക്കുന്ന ആളുമായി വിവാഹം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? സഭാ നിയമപ്രകാരമുള്ള വിവാഹ കൂദാശ കൂടാതെ രജിസ്റ്റർ വിവാഹം ചെയ്യുകയോ അതിന് പ്രോത്സാഹനം നൽകുകയോ ചെയ്തിട്ടുണ്ടോ? ദശാംശം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കൂട്ടായ്മ പ്രാർത്ഥന, ഇടവക ജീവിതം, സഭാത്മക ജീവിതം എന്നിവയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? നമുക്ക് വിചിന്തനം ചെയ്യാം.